അത് ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോയുടെ അടിയിൽ ഞാൻ കമന്റ് ഇടുന്നവർക്ക്, ലെഹങ്കയിൽ നിന്ന് കമന്റ് ഇടുന്നവർക്ക് ഞാൻ ഈ ലക്ഷദ്വീപ് പോകാനുള്ള ലക്കി ഡ്രോ കൂപ്പൺസ് ഉണ്ട്, അത് അയച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഓൾറെഡി രാവിലെയൊക്കെ എഴുന്നേറ്റ്, രാവിലെ വെച്ച് ഒരു 10-11 മണിയൊക്കെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് 1-2 ഡ്രസ്സ് മേടിക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഡ്രസ്സിൻ്റെ കുറേ ഇഷ്യൂ ആണ് മോനെ. ഞാൻ കടയിൽ പോയി നോക്കും, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കുറച്ച് എനിക്ക് കിട്ടുന്ന എല്ലാം ഒരു ഈ ബോഡി ഫിറ്റ് ഡ്രസ്സാണ് എനിക്ക് വേണ്ടത്. എനിക്ക് കാഷ്വൽ ലൂസ് ആയിട്ടുള്ള സംഭവമാണ് വേണ്ടത്. കടയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ഒടുക്കത്തെ ബുദ്ധിമുട്ടാണ്. 1-2 ഞാൻ മെനക്കെട്ട ഒരു കടയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഷോപ്പിംഗ് നടത്താം ഓൺലൈൻ സാറയ്ക്കകത്തുനിന്ന്. എൻ്റെ പൈസ ഇല്ല, എന്നാലും നമുക്ക് വെറുതെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, മേടിക്കാം എങ്ങനെയാണ് മേടിക്കാം. ആദ്യം ഡ്രസ്സ് നോക്കട്ടെ. അവരുടെ സെയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ 40-50% ഓഫാണ്. 40-50% ഓഫാണെങ്കിൽ പോലും, 40-50% ഓഫാണെങ്കിൽ പോലും ഡ്രസ്സിന് ഏകദേശം 2000, 2500, 3000 വരും. പാൻറ്റിനൊക്കെ 3000 വരും. അപ്പോൾ നോക്കാനേ പറ്റത്തുള്ളൂ. മേടിക്കൂടെ? ഡ്രസ്സ് ഇടാതെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. വേണ്ട, ഇപ്പോൾ സെയിൽ കിടക്കുക, 50% ഓഫൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ടീഷർട്ട് വല്ലതും കിട്ടുമെങ്കിൽ മേടിക്കാമെന്ന്. ഇത് പറ്റത്തില്ല, നമുക്ക് വേറെ വല്ലതും പറ്റാൻ നോക്ക്. ഞാൻ കുറച്ച് നോക്കിയതാണ്. എനിക്ക് ഈ നീല കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ കാഷ്വലാ, വേണമെങ്കിൽ മേടിക്കാം. അറ്റ്ലീസ്റ്റ് 1500 രൂപയേ ഉള്ളൂ, വലിയ നഷ്ടമില്ല. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ മേടിച്ചത്. ഞാൻ 4 ഡ്രസ്സ് മേടിച്ച്. പക്ഷെ അത് പോരാ കണ്ടിട്ട്. 4 ഡ്രസ്സ് ഒടുക്കത്തെ വിലയുമായി, എല്ലാം ഓഫറിൽ ഇത്ര വിലയായി. പക്ഷെ ഇത് ഇപ്പം നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഒന്നും വലിയ നല്ല ഡ്രസ്സ് അല്ലല്ലോ. പക്ഷെ ആ ആൾക്കാരുടെ ഡ്രസ്സിന്റെ പൊക്കത്തിട്ട് കാണാൻ നേരത്ത്, അല്ല ആൾക്കാരുടെ മേത്ത് ഇട്ട് കാണാൻ നല്ലതായിരുന്നു. ഇത് ഇത്രയും ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തത്. എത്ര രൂപയെന്ന് ചോദിക്കരുത് പ്ലീസ്, എനിക്കത് ചിന്തിക്കാൻ താല്പര്യമില്ല. പൊക്കത്ത് എഴുതിയിട്ടുണ്ട് 8690 രൂപയെന്ന്. എന്നാലും എനിക്ക് ഈ ഡ്രസ്സ് പോരട. ഇനി ഒരു 4 കൂടിയെങ്കിലും വേണം. ഇതിപ്പോ 4 ഉണ്ട്. ഒരു പാന്റ്, 3 ഒരു ഷർട്ടും 2 ടീഷർട്ടും. ഇനി ഒരു 4 കൂടി വേണം. പ്ലീസ് നമുക്ക് മേടിക്കാം. വല്ലപ്പോഴൊക്കെ ഞാൻ മേടിക്കട്ടെ. ഇത് കാണാൻ കൊള്ളാം കേട്ടാ. ഇത് ഇവന്റെ മേത്ത് ഇട്ടിട്ട് കാണാൻ കൊള്ളാമെന്നാണ് മേടിച്ചത്. 1950 രൂപ. ഈ ഷർട്ടും കൊള്ളാം കേട്ടാ. ഇവന്റെ മേത്ത് കാണാൻ വലിയ ലുക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ മേത്ത് കൊള്ളായിരിക്കും. ഗയ്സ്, ഐ നീഡ് ടു ഏൺ മോർ മണി. ഓക്കെ, ഇതിപ്പം കഴിഞ്ഞ കുറെ നാളായി ഡ്രസ്സ് മേടിച്ചിട്ട്. ഇതിപ്പോൾ മേടിച്ചില്ലെങ്കിൽ എൻ്റെ നടക്കത്തില്ല. നമുക്കപ്പോൾ ഇത് ഇനിയും 4 നോക്കണമെന്നുണ്ട്. പക്ഷെ പൈസ ഇല്ല, പൈസ ഫുള്ളും തീർന്നു ഈ 4 മേടിച്ചപ്പോൾ തന്നെ. പക്ഷേ ഈ ഡ്രസ്സൊക്കെ ലാസ്റ്റ് ഇട്ടുണ്ട്. ഇവരുടെ മേടിച്ച ഡ്രസ്സ് നല്ല വിലയാണെന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതൊക്കെ തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. വേറെ ഒന്നും ഇട്ട പോലും ഇല്ല. ഡ്രസ്സ് കിടക്കുന്നത് ഇതും അത് തന്നെ ഇട്ടിരിക്കുന്നു. ഇങ്ങനെ നല്ല കുഴപ്പമില്ല. ലാസ്റ്റ് ചെയ്യും, പെട്ടെന്നൊന്നും ചീത്തയെ പോകത്തില്ല. ആ സെയിം കളറും സെയിം ഇതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് മേടിച്ചപ്പോൾ ഉള്ളത്. ഞാൻ 4 ഡ്രസ്സ് കൂടി സെലക്ട് ചെയ്ത് കേട്ടാ. എനിക്ക് മേടിക്കാൻ നല്ല താല്പര്യമുണ്ട്. ഓൾറെഡി 4 മേടിച്ച്. ഇപ്പോൾ സെലക്ട് ചെയ്ത 4 എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു. അത് മേടിക്കുമെന്ന് കുറേ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മേടിക്കുന്നില്ലടേ. എനിക്ക് വേണം, പക്ഷെ എന്നാലും മേടിക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻവെർട്ടർ വേണം. നിങ്ങൾക്കറിയില്ല, കറണ്ട് പോകുന്ന എഡിറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോക്ക് സീൻ നമുക്ക് മാറ്റിയെടുക്കാം. മറ്റൊരാൾ 45,000 രൂപയിൽ ഇൻവെർട്ടറിന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് സോളാർ ഇൻവെർട്ടറാണ് വെക്കുന്നതെങ്കിൽ എനിക്ക് കറണ്ട് ബില്ലും കുറഞ്ഞു കിട്ടും. ഇപ്പോൾ കറണ്ട് ബില്ല് വരുന്നത് 15,000 രൂപ ഏകദേശം. 15,000 രൂപയാണ്. അടുത്ത ചിലപ്പോൾ ഇനിയും കൂടും. അപ്പോൾ 15,000 രൂപ ഏകദേശം 2 മാസത്തിൽ, 1 വർഷത്തേക്ക് ഏകദേശം 90,000 രൂപയാണ്. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ലായിരുന്നെങ്കിൽ ആ കറണ്ട് ബില്ല് ഏകദേശം 30,000 രൂപ വരത്തുള്ളൂ. പക്ഷേ 5,000 രൂപയുടെ വരത്തുള്ളൂ 2 മാസം ആകുമ്പോൾ. കറണ്ട് ഈ കമ്പ്യൂട്ടർ തന്നെ ഏകദേശം 10,000 രൂപ എടുക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടർ ചാർജ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിന് ചിലവാക്കാൻ എനിക്ക് കോസ്റ്റ് വരുന്ന 60,000 രൂപ 1 വർഷത്തിൽ. ഇവിടെയാണ് കാൽക്കുലേഷൻ വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സോളാർ പാനൽ ഞാൻ മേടിക്കാൻ വിചാരിച്ചാൽ സോളാർ ഇൻവെർട്ടർ വരുന്നത് 29,000 രൂപ. കുറഞ്ഞതും കിട്ടും, പക്ഷേ 29,000 രൂപയുടെ സോളാർ പാനൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, അവരെനിക്ക് പൈസ തരത്തുണ്ട്, ഞാൻ അതിന് ഫ്രീ പ്രൊമോഷൻ. ഓക്കെ, 29,000 രൂപയുടെയാണ് ഇൻവെർട്ടർ. പിന്നെ പാനലിൻ്റെ വില 23 രൂപ. 22-ന് 550 വാട്ടിന് സോളാർ പാനൽ. പിന്നെ വേണ്ടത് ബാറ്ററി നല്ലത് മേടിക്കണം. 15 രൂപയ്ക്കും കിട്ടും, 20 രൂപയ്ക്കും കിട്ടും. നല്ലത് മേടിച്ചാൽ കൂടുതൽ നാളെ നിൽക്കും. അതുകൊണ്ട് നല്ല 2 40,000 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടി 90,000 രൂപ. എൻ്റെ കമ്പ്യൂട്ടറിന് 1 വർഷത്തെ ചിലവ് കറണ്ടിന് 60,000 രൂപ. അപ്പോൾ ഇത് 1.5 വർഷം കഴിഞ്ഞിട്ടേ പിന്നെ ലാഭമായി തുടങ്ങത്തുള്ളൂ. മനസ്സിലായോ? 1.5 വർഷം ഞാൻ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിയുമ്പം ഞാൻ ഫുൾ പൈസ എനിക്ക് ലാഭിച്ച് കാണും. ഞാൻ 90 ഈ ഇൻവെർട്ടറിനും ഈ സോളാറിനും എല്ലാത്തിനും മുടക്കുക 90 അത് ഞാൻ ലാഭിക്കും 1.5 വർഷം. അപ്പോൾ അല്ല മെയിൻലി അതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ ഞാൻ വേറെ പുതിയ വീട് പണിതിട്ട് അവിടെ സോളാർ ഫുൾ വീടിനുള്ള തന്നെ വെച്ചാൽ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കുറഞ്ഞതാണ്. ഇത് വീടിന് വേണ്ടിയുള്ള ഇതിനെക്കാട്ടിയും വലിയ ഇൻവെർട്ടറൊക്കെ. ഇൻവെർട്ടർ തന്നെ 80-90 വരും. പറയാൻ പറ്റുന്ന ഞാൻ റിച്ച് ആയിട്ട് എനിക്ക് വീട് വെക്കും. എന്ത് ചെയ്യാനാ? എനിക്ക് 1.5 വർഷത്തിൽ ഞാൻ പുതിയ വീടും സോളാറൊക്കെ വെക്കുമായിരിക്കും. അപ്പോൾ റിച്ച് ആയിരിക്കും ഞാൻ പറയാൻ പറ്റും. എന്നാൽ അതാണ് ഒരു ഡൗട്ട്, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള രീതി കിടക്കുക.
റേബീസിന്റെ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ ഇന്നലെ ആയിരുന്നു പോയി എടുക്കേണ്ടത്. അത് ഞാൻ മറന്നുപോയി. ഇപ്പൊ പോവാന്ന് വിചാരിച്ചപ്പം മഴ. കൊള്ളാം. കണ്ടായിരുന്നു എന്റെ പക്കത്ത് കയറാനാണോ? എന്നെ നീ മാന്തിയാണ്. നീ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ മടിയിരിക്കുന്നത്? നാണുണ്ടോ നിനക്ക്? ലജ്ജയില്ലേ? ലജ്ജ ഇല്ലേ? ഉണ്ടേണ്ടവൻ. അപ്പോൾ ഞാനത് നിന്റെ മുഖത്ത് മൊബൈൽ വെക്കണം. സഹിച്ചു വന്നു. ഒരു കാർ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നമുക്ക് പോകുമായിരുന്നു. മഴ നിന്നു പോവാം നമുക്ക്. ഇവനെ നോക്കിയാൽ എൻ്റെ മടിക്കിറന്ന് ഉറങ്ങി. എടാ എഴുന്നേറ്റാ കക്ഷി. എടാ എഴുന്നേറ്റടാ. എനിക്ക് പോകണോടാ. എഴുന്നേക്ക്. എഴുന്നേക്കാൻ മടിയവന്. ആ ഡോക്ടർ വല്ലതും പറയുമോ? ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ളൂ. ഇന്നലെ വരണ്ട. റേബീസിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ആരെങ്കിലും കൂടെ വേണം. കഴിഞ്ഞ പ്രാവശ്യം ക്യാമറ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ എവിടെ പോയി തപ്പോടെ ഈ സമയത്ത്? വഴി പോകുന്ന ആരെങ്കിലും വിളിച്ചോട്ട് വരാം. എനിക്ക് പുള്ളിയെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കൂട്ടുകാരായതാ. ഏതപ്പോൾ ബ്രദറിൻ്റെ ഹെൽപ്പ് കാരണം ഞാൻ എന്തുവാണ് ഇഞ്ചക്ഷൻ എടുത്തിരിക്കുക. അവിടെ എനിക്ക് വേണ്ടി വെയിറ്റും ചെയ്ത് ഏകദേശം 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇവരുടെ പേര് പ്രണവ്. ഇപ്പോൾ ചോദിച്ചു കളഞ്ഞു കേട്ടോ. വേറെ കാര്യം. മഴ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോകാം. എടാ നീ കാരണമാടാ ഞാൻ ഹോസ്പിറ്റലിൻ്റെ വട്ടം കറങ്ങുന്നത്. ഇപ്പോൾ കണ്ണടച്ച് കാണിക്കൊന്നും വേണ്ട. കണ്ണടച്ച് കാണിച്ചെന്നും പറഞ്ഞ സത്യാവസ്ഥ മാറത്തില്ല. ഞാൻ നടന്ന് ജിമ്മിൽ പോവുക. സൈക്കിൾ വീട്ടിലില്ലായിരുന്നു. ആരെടുത്തോണ്ടോ എന്നറിയത്തില്ല. വീട്ടിലില്ല. എൻ്റെ പുറകിൽ നിന്നൊക്കെ ഒരു ചേട്ടനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറച്ച് പുറകിലോട്ട് ആ ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ക്രൈം ബ്രാഞ്ചിലാണെന്ന്. എനിക്കുമായി മിനിഞ്ഞാന്ന് ഞാൻ മേടിച്ചോണ്ടെന്ന ബീഫ് ഞാൻ വേറൊരു കടയിൽ നിന്ന് മേടിച്ച. കുറേ ആൾക്കാർ ഉടുക്കത്തെ മറ്റടുത്ത മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ട് മേടിച്ചെന്നിട്ട് ആ കൂതറ ബീഫ് ഞാൻ മേടിക്കുന്ന ഒഴിവാക്കില്ല ഒരു കടയിൽ നിന്ന്. ആ സെയിം സാധനം വേറൊരു സ്ഥലത്തുനിന്ന്. അവിടെ അങ്ങനത്തെ ടേസ്റ്റാണ്. ഞാൻ എങ്ങനെയൊക്കെ ചത്തിയാ തന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓ ഇത്ര വൃത്തികെട്ടൊരു ചൊവ കൊഴുപ്പിൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് ചെയർ വേണം കേട്ടോ. ഒരു 7-8 കിലോയുള്ള ചെയറായിരിക്കണം. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ മേടിക്കണം അല്ലെങ്കിൽ റെൻറ്റിന് വാടകയ്ക്ക് എടുക്കാൻ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു മറ്റേ ആ വാട്ടറിൻ്റെ ക്യാനില്ലടാ അവൻ്റെ 20 ലിറ്റർ. ആ 20 ലിറ്ററിൻ്റെ ക്യാനകത്ത് കോയിൻ നിറച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഒടുക്കത്തെ ആൾക്കാർ ഒറ്റയടിക്ക് കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിൽ നിന്ന് കുറച്ച് വിട്ടുപോയി. അങ്ങനെ സിറ്റുവേഷൻ വരുന്നൊരു വീഡിയോ ആണ് ഇതും. ഇതെങ്ങനെ വരാതെ നോക്കണം. ഇത് ഡേ 36 ഓഫ് 60 ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ആണ്. എപ്പോഴത്തേം പോലെ ഇന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സ്കോട്ട്സ് അല്ല, ഫ്ലാഗ് ആയിരുന്നു. ഫ്ലാഗിന്റെ മൂവ് സെറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ട് ലെവറാണ് കളിച്ചത്. ഫ്രണ്ട് ലെവറിന് സത്യം പറഞ്ഞാൽ പ്രോഗ്രസ് എനിക്ക് വലുതായിട്ട് തോന്നി തുടങ്ങുന്നില്ല. ജസ്റ്റ് ചെറുതായിട്ടൊരു വയറുവേന എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഫ്ലാഗിന്റെ വേദന മോനെ, ശ്വാസം എടുത്താലും എനിക്ക് റിപ്സ് വേന എടുക്കും. പിന്നെ മസിലപ്പിന് വേണ്ടി ഞാൻ നെഗറ്റീവ് മസിലപ്പ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പ്രോഗ്രസ് മുമ്പിലോട്ട് വരുന്ന ദിവസങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഡെയിലി സ്കോട്ട്സ് ആണ്. ഇന്ന് സ്മിത്ത് മെഷീൻ ഫ്രീ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ സ്കോട്ട്സ് ചെയ്യുന്നത്. എന്റെ ലാറ്റ്സും കൂടി നല്ല ഡെവലപ്പ് ആക്കാൻ ഞാൻ ലാറ്റ്സ് പുൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാറ്റ്സ് പുൾ ഡൗൺ ഒക്കെ വല്ലപ്പോഴൊക്കെ ഒരു പ്രാവശ്യമൊക്കെ കളിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഇനി കുറച്ച് റെഗുലർ ആയിട്ട് കളിക്കണം. പിന്നെ അടുത്ത് നമ്മുടെ കേബിൾ റോ ആണ്. ഇതിനകത്ത് ഫുൾ സ്റ്റാക്ക് എനിക്ക് ഇടാൻ താല്പര്യമുണ്ട്. പക്ഷെ താഴത്തെ സ്റ്റാക്ക് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഉള്ള സ്റ്റാക്ക് വെച്ചേ കളിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇനിയും വെയിറ്റ് വേണം ബാക്കിന് കളിക്കാൻ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ബാർബലിനകത്ത് വെയിറ്റ് ഇടേണ്ടി വരും. അതിന് മീൻ ഒടുക്കത്തെ മടിയായിരിക്കും. അടുത്ത് നമ്മുടെ ലാറ്ററൽ റേസ് ആയിരുന്നു. 20 kg ഉണ്ട്. എന്താ അറിയത്തില്ല, ഇന്ന് എനിക്ക് 20 kg കുറച്ച് ഹെവി ആയിട്ട് തോന്നി. ചിലപ്പോൾ റേബീസിന്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുത്തായിരിക്കും, അതുകൊണ്ടായിരിക്കും. അടുത്ത പിന്നെ ബൈസെപ്സ് ആയിരുന്നു. ബൈസെപ്സ് ഇന്ന് ഇല്ലാത്ത എന്നാലും പിന്നെ ബൈസെപ്സും കൂടി കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാന്നും പറഞ്ഞ് ഞാൻ പുതിയ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ എന്തെങ്കിലും കളിക്കാത്ത എന്നാലും നടക്കട്ടെ. നടന്നാ വന്നാൽ ഇപ്പോൾ ബൈക്കിൽ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കും. ഇനി ആ ഒരു ബ്രൈഡൽ വെയർസിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. കണ്ടെങ്കിൽ അത് ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻറ്റ് ഇടുന്നവർക്ക്, ലെഹങ്കയിൽ നിന്ന് കമൻറ്റ് ഇടുന്നവർക്ക് ഞാൻ ഈ ലക്ഷദ്വീപ് പോകാനുള്ള ലക്കി ഡ്രോ കൂപ്പൺസ് ഉണ്ട്, അത് അയച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. ചൊറ കണക്ക് കുറേ ആൾക്കാർ ലെഹങ്കയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ആ വീഡിയോയ്ക്ക് വ്യൂസ് കയറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാം. ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് കപ്പിളായിട്ട് ലക്ഷദ്വീപ് പോവാം. എനിക്ക് വലിയ ലാഭമൊന്നുമില്ല ഇതിന്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മിക്കത് ഇതൊക്കെ തന്നെയാണ്. ആ വീഡിയോ പോലും, പ്രൊമോഷൻ വീഡിയോസ് പോലും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നും തരാതെ ഞാൻ തന്നെ എനിക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ മേടിക്കാം. അപ്പോഴും പ്രൊമോഷൻ ആയിക്കോളും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ടും ചില യൂട്യൂബേഴ്സ് ഉണ്ട് പൈസ പോലും സ്വന്തം കുടുംബത്തിയിട്ട് കറക്കുമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ തന്നെ പോയിട്ട് ആ കടയുടെ പ്രൊമോഷൻ ചെയ്യാം. പക്ഷെ എന്നിട്ടും ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആട്ടെന്നും പറഞ്ഞ് ഞാൻ അത് 10,000 എവിടെയും കൊടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും ഞാൻ നിങ്ങൾക്ക് തരാം. കമൻസിൽ നിന്ന് നമുക്ക് റാൻഡമായിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളത്തേക്ക് നമുക്ക് നോക്കാനായിട്ട് സെലക്ട് ചെയ്യാം.